എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ നേവിക്കാരെ പേടിച്ച് ഉഷാറായിട്ട് ഓടുകയാണ്. അവരുടെ ലക്ഷ്യം ആ രണ്ട് ഡ്രാഗൺ ബോളും അതുപോലെ തന്നെ പൈററ്റ്സിന്റെ നിധിയുമാണ്. പൈററ്റ്സുകളാണെങ്കിൽ അവരുടെ നിധിയിലേക്ക് എത്താതിരിക്കാൻ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു ട്രാപ്പ് അത് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കി ഈസി ആയിട്ട് അതിൽ നിന്ന് കടന്നുപോയി. പക്ഷെ അതറിയാതെ അവിടേക്ക് വന്ന സോൾജേഴ്സ് ആണെങ്കിൽ ആ ട്രാപ്പിൽ പെട്ടുപോകും. അതിബുദ്ധിമാനായിരുന്ന ക്യാപ്റ്റൻ ബ്ലൂ ആളാണെങ്കിൽ ഒരു സീക്രട്ട് പാത്ത് അത് കണ്ടെത്തി അതിലൂടെ നടന്ന് ഒരു വെള്ളത്തിനരികിൽ എത്തുകയാണ്. പക്ഷേ അതിൽ പതിയിരുന്ന ഒരു വലിയ അപകടം മനസ്സിലാക്കാതെ ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. വെള്ളത്തിൽ നിന്ന് ഷോക്ക് അടിച്ച് വലിയൊരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങാനായിട്ട് ശ്രമിക്കും. പക്ഷെ ക്യാപ്റ്റൻ ബ്ലൂ അദ്ദേഹം നമ്മൾ കരുതിയതിലും വളരെ പവർഫുൾ ആണ്. അദ്ദേഹം ആ ഒരു ഫിഷിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അവിടുന്ന് ഹായിയായിട്ട് കടന്നുപോകും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് തലയൊട്ടികൾ കൂട്ടിയിട്ട ഭാഗത്തെത്തി അവിടുത്തെ ആ ഒരു ഭാഗം തകർന്ന് ലാവയിലേക്ക് വീടാനായിട്ട് തുടങ്ങും. പക്ഷെ ഗോകുവിന്റെ സമയോചിതമായ ഇടപെടൽ അതുമൂലം അവരാണെങ്കിൽ സേഫ് ആയിട്ട് മുകളിലേക്ക് എത്തുകയാണ്. അതിനുശേഷം വീണ്ടും അവരുടെ യാത്ര തുടർന്ന് ആ പൈററ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിരുന്ന വലിയൊരു മറൈൻ ഫോർട്ടിലേക്ക് തന്നെ അവർ വരികയാണ്. അവിടെയുള്ള വലിയ കപ്പലുകളും കാഴ്ചകളൊക്കെ കണ്ട് അവർ അത്ഭുതത്തോടു കൂടെ നിൽക്കുമ്പോഴായിരിക്കും മറ്റൊരു വലിയ വെല്ലുവിളിയുമായിട്ട് ആ പൈററ്റ്സുകൾ കാവൽക്കാരനായി നിയമിച്ചിരുന്ന ഒരു റോബോട്ട് അവിടേക്ക് വരിക. അതിനെ കണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പേടിച്ചോടും. റോബോട്ട് ആണെങ്കിൽ ആദ്യം സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യും. അവർ അതിൽ നിന്ന് കഷ്ടിക്ക് രക്ഷപ്പെടും. അടുത്ത നിമിഷം അത് ബുള്ളറ്റ്സ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ ബ്ലൂ നേവി ഓഫീസർ ആളാണെങ്കിൽ ആ കാഴ്ചകളെല്ലാം കണ്ട് പേടിച്ച് ഒരു ഭാഗത്ത് അങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ഗോകുവും മൊട്ടപ്പനും ആണെങ്കിൽ അതിന്റെ മുൻപിലേക്ക് ചാടി വീണ് അതിനെ അറഞ്ച അറ്റാക്ക് ചെയ്യും. പക്ഷേ അതിന്റെ അറ്റാക്കിന് മുൻപിൽ നമ്മുടെ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് മൊട്ടപ്പനെ പിടിച്ചുയർത്തി ദൂരേക്ക് വലിച്ചെറിയാണ്. ഗോകു ആണെങ്കിൽ മുട്ടപ്പന്റെ അടുത്തേക്ക് ഓടിയെത്തും. നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അതിന് മുട്ടപ്പൻ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കരുതിയതുപോലെയല്ല, അവൻ ഭയങ്കര പവർഫുൾ ആണ്. അത്ര എളുപ്പത്തിൽ നമുക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. രണ്ടുപേരും വീണ്ടും അതിന്റെ അടുത്തേക്ക് പോകും. അതാണെങ്കിൽ അവരെ ഷൂട്ട് ചെയ്യുകയാണ്. അത് വീണ്ടും മുട്ടപ്പനെ ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം ഗോകുവിന്റെ പിന്നാലെ പോകും. ഗോകു അതിന്റെ അറ്റാക്കിൽ തെറിച്ച് വീഴുകയാണ്. അതിനുശേഷം ഒരു സ്റ്റെയർ കയറി മുകളിലേക്ക് ഓടും. അതാണെങ്കിൽ നിർത്താതെ ഷൂട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ലിക്വിഡുകൾ പൊട്ടിത്തെറിക്കും. ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡോറിന് പിന്നിലായിട്ട് അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ പെണ്ണ് ബുൽമ അവൾ ഒരു വാഹനത്തിന് പിന്നിൽ ഒളിച്ചിരിക്കും. ആ റോബോട്ട് ആണെങ്കിൽ ഗോകുവിനെ വിടാതെ അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ ആ സ്റ്റെപ്പിലൂടെ ഉഷാറായിട്ട് ഓടി ഒരു ഡെഡ് എൻഡിൽ എത്തും. അടുത്ത നിമിഷം ആ റോബോട്ട് ആ ചുമരിൽ പോയി ആഞ്ഞടിച്ച് അങ്ങനെ സ്റ്റിക്കറായിട്ട് നിൽക്കുകയാണ്. മൊട്ടപ്പനും ബുൽമയ്ക്കും ഭയങ്കര സന്തോഷം. അവർ തുള്ളിച്ചാടും. ഗോകു നീ സാധിച്ചു, അതിന്റെ കഥ കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് അത് വീണ്ടും ഇപ്പൊ തിരിച്ചു വരികയാണ്. ഗോകു ആണെങ്കിൽ അതിനെ കണ്ട് 100-110 ഓടും. അത് ആ വെള്ളത്തിലൂടെ ഡൈവ് ചെയ്ത് വന്ന് ഗോകുവിനെ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മൊട്ടപ്പനും ബുൽമയും അവർ രണ്ടുപേരും വലിയൊരു വെപ്പൻ ഇപ്പൊ അതിനു നേരെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിൽ നിന്നെല്ലാം അത് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. റോബോട്ട് ആണെങ്കിൽ ഗോകുവിനെ അറ്റാക്ക് ചെയ്ത് അവന്റെ ക്ലോസ് എത്തും. അടുത്ത നിമിഷം നമ്മുടെ മൊട്ടപ്പനും ബുൽമയും അവരാണെങ്കിൽ ആ വലിയ വെപ്പൻ അത് ഫോക്കസ് ചെയ്ത് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ വലിയൊരു ബുള്ളറ്റ് തെറിച്ച് വന്ന് ആ ഒരു റോബോട്ടിന്റെ തൊട്ടടുത്തുനിന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അതിന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി എല്ലാവരും സമാധാനിക്കും. ഗോകു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് ഒന്ന് ആടി ഒലയാണ്. ഇവിടെ സോൾജിയറിനാണെങ്കിൽ ആളുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. അടുത്ത നിമിഷം ആ റോബോട്ട് ആണെങ്കിൽ ഇപ്പൊ ബുൽമയ്ക്കും മൊട്ടപ്പനും നേരെ ടേൺ ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞെടുക്കും. മൊട്ടപ്പനാണെങ്കിൽ അത് കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും. ഗോകു ആണെങ്കിൽ ഉഷാറായിട്ട് എഴുന്നേറ്റ് ആ ഒരു റോബോട്ടിനെ തടയാനും മൊട്ടപ്പനെയും ബുൽമയും സേവ് ചെയ്യാനും അവിടേക്ക് ഓടും. മൊട്ടപ്പനും ബുൽമയും ആണെങ്കിൽ ആ ഗണ്ണ് പോയിന്റ് ചെയ്ത് അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് വന്ന് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ ചാടി വന്ന് അവന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് അതിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കാൻ ശ്രമിക്കും. പക്ഷേ അത് ആ സ്റ്റിക്ക് പിടിച്ച് ഇപ്പൊ ഗോകുവിനെ തന്നെ കറക്കി എറിയും. അടുത്ത നിമിഷം നമ്മുടെ ബുൽമ അവള് ട്രക്ക് ഡ്രൈവ് ചെയ്ത് ഇപ്പൊ അതിനെ ഇടിച്ച് തെറിപ്പിക്കാനായിട്ട് പാഞ്ഞടുക്കും. അവളാണെങ്കിൽ ഉച്ചത്തിൽ ഗോകുവിനോട് മാറി നിൽക്കാനായിട്ട് നിലവിളിക്കും. ട്രക്ക് അതിന്റെ അടുത്ത് തന്നെ താമസം അവൾ പുറത്തേക്ക് എടുത്തു ചാടും. നമ്മുടെ ആൾക്കാർ എല്ലാവരും ദൂരേക്ക് മാറും. ആ ഒരു ട്രക്ക് വന്ന് അതിനെ ഇടിച്ച് ചുമരിൽ ആഞ്ഞു തട്ടി അത് ആ വെള്ളത്തിലേക്ക് പോവാണ്. നമ്മുടെ ആൾക്കാർ വെള്ളത്തിലേക്ക് നോക്കും. അതിന്റെ അനക്കമില്ല. ഇതിന്റെ കഥ കഴിഞ്ഞു എന്ന് കരുതി നമ്മുടെ ആൾക്കാർ ആശ്വസിക്കും. അതേസമയം ദൂരത്തായിട്ട് ക്യാപ്റ്റൻ ബ്ലൂ അവനും നമ്മുടെ ആൾക്കാരുടെ പവർ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ സ്ഥലം മുഴുവനായിട്ട് നോക്കും. പൈററ്റ്സ് ക്രിയേറ്റ് ചെയ്ത റോബോട്ടാണത്. സോ പൈററ്റ്സുകൾക്ക് നല്ല ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്ന് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഈ കടലിന്റെ നടുക്ക് ഇത്രയും വലിയൊരു ഹൈഡ് ഔട്ട് അതും ക്രിയേറ്റ് ചെയ്യുക എന്നത് നിസ്സാരമല്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചുവിട്ട് റിലാക്സ് ചെയ്യാണ്. ഗുൽമയാണെങ്കിൽ ഗോകുവിനോട് പറയും നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം. എന്തെങ്കിലും അപകടം സംഭവിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് ഗുൽമയും മൊട്ടപ്പനും അവർ മുൻപിൽ നടക്കും. ഗോകു അവിടുന്ന് പോകാൻ ശ്രമിക്കും.
അടുത്ത നിമിഷം ഒരു ടെൻഡിക്കിൾസ് അത് മുകളിലേക്ക് വന്ന് ഗോക്കുവിനെ പിടിച്ചു വലിച്ച് ആ വെള്ളത്തിലേക്ക് ഇടുകയാണ്. വലിച്ചത് മറ്റാരുമല്ല, ആ റോബോട്ട് ആണെങ്കിൽ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് ഇപ്പൊ ഗോക്കുവെ ഷോക്ക് അടുപ്പിക്കും. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു ടെൻഡിക്കിൾസ് അതങ്ങനെ വെട്ടിയെറിഞ്ഞ് മുകളിലേക്ക് ചാടി വരും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സമാധാനം. ഗോക്കു ആണെങ്കിൽ മുകളിൽ പോയി ഇടിച്ച് താഴേക്ക് വന്ന് വീഴും. ബുൽമയാണെങ്കിൽ ഗോക്കുവിനോട് ഓക്കെ അല്ലേ ചോദിക്കും. അവൻ ഓക്കെ ആണെന്ന് പറയേണ്ട താമസം ഒരു കല്ല് അവന്റെ കാലിൽ വന്ന് വീഴും. അതിനുശേഷം ഒരുപാട് കല്ലുകൾ അങ്ങനെ അടർന്ന് അവന്റെ ദേഹത്തേക്ക് വന്ന് വീഴുകയാണ്. അടുത്ത നിമിഷം അവർക്ക് വീണ്ടും വെല്ലുവിളിയായിട്ട് ആ റോബോട്ട് അത് പുറത്തേക്ക് വന്ന് ബുൽമയ്ക്കും മൊട്ടപ്പനുമെതിരെ ഷൂട്ട് ചെയ്യും. അവരാണെങ്കിൽ രക്ഷിക്കടാന്ന് ഒച്ചത്തിൽ നിലവിളിച്ച് ദൂരേക്ക് ഓടി ഒരു ഡോർ തുറന്ന് അകത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം അവർ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകൾ കണ്ട് ഞെട്ടുകയാണ്. അവിടെ മുഴുവൻ ഒരുപാട് അസ്ഥികൂടങ്ങൾ. മൊട്ടപ്പനും ബുൽമയും ആണെങ്കിൽ അത് കണ്ട് വീണ്ടും ഒച്ചത്തിൽ നിലവിളിച്ച് അടുത്ത റൂമിലേക്ക് പോകും. അപ്പൊ അതേസമയം ആരോ അവിടുത്തെ CCTVയിൽ ഇതെല്ലാം വാച്ച് ചെയ്യുകയാണ്. ബുൽമയും മൊട്ടപ്പനും ആണെങ്കിൽ അബദ്ധവശാൽ ആ ഒരു റൂമിലേക്കായിരിക്കും കയറി വരിക. മറ്റൊരു ഭാഗത്ത് ആ ഒരു ബ്ലൂ ഓഫീസർ വലിയ കല്ലുകൾക്കിടയിൽ കിടക്കുന്ന ഗോക്കുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ അടുത്ത് ഹായ് ആയിട്ട് നിൽക്കും. ഇവിടെ ബുൽമയും ആ മൊട്ടപ്പനും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കും. ആരോ ചെയറിലിരുന്ന് ആ CCTV വിഷ്വൽസ് അത് ചെക്ക് ചെയ്യാണ്. ബുൽമയാണെങ്കിൽ ഉച്ചത്തിൽ ചോദിക്കും, സത്യം പറയും നിങ്ങൾ ആരാ? പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യാതൊരു റിയാക്ഷനും ഇല്ല. അവർ വലിയൊരു കല്ലെടുത്ത് അവിടേക്ക് വലിച്ചെറിയും. ആ ചെയർ അതങ്ങനെ കറങ്ങി വരികയാണ്. ആരുടെയോ സ്കെൽട്ടനാണത്. ആരോ കത്തിവെച്ച് കൊന്നുകളഞ്ഞ ഒരു പൈറട്ടിന്റെ സ്കെൽട്ടൻ. അവരാണെങ്കിൽ പേടിയോട് കൂടെ ചുറ്റും നോക്കും. ബൊൽമോ പറയും, എന്റെ പപ്പയുണ്ടായിരുന്നെങ്കിൽ ഇതെന്താണെന്ന് ഏകദേശം കണ്ടുപിടിച്ചേനെ. അദ്ദേഹത്തിന് കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് നല്ല നോളജ് ആണ്. ഇതിന്റെ സീക്രട്ട് അദ്ദേഹം ഈസി ആയിട്ട് കണ്ടുപിടിക്കും. ബൊൽമയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ കയറിയിരുന്ന് അവളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കും. അതേസമയം ഇവിടെ ഗോക്കു ആണെങ്കിൽ എന്റെ ദേഹത്തുണ്ടായിരുന്ന വലിയ വലിയ പീസുകൾ അതെല്ലാം തട്ടിമാറ്റി പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ നേവി സോൾജിയർ ആളാണെങ്കിൽ അവനെ തന്നെ നോക്കും. ഓ നോ, സാധാരണ നിസ്സാരക്കാരനായ പയ്യനല്ല, ഇവന് ഭയങ്കര പവറും കഴിവുമാണ്. എനിക്ക് ഏറ്റുമുട്ടാൻ പറ്റിയ എതിരാളിയാണ് ഇവെന്ന് പറഞ്ഞ് അവൻ ഗോക്കുവിനെ തന്നെ നോക്കും. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ ആ ബിൽഡിംഗ് മുഴുവൻ തകർത്ത് പുറത്തേക്ക് വരികയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബുൽമ അവളാണെങ്കിൽ നിർത്താതെ ആ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട് മൊട്ടപ്പനാണെങ്കിൽ അവളോട് ചോദിക്കും, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയോ? അതിനവളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി, ഓ നോ, ഞാൻ ഒരുപാട് ശ്രമിച്ചു, എന്നെ കൊണ്ട് കഴിയുന്നില്ല. അടുത്ത നിമിഷം റോബോട്ട് അവിടേക്ക് കടന്നു വരും. അതുകൊണ്ട് മൊട്ടപ്പനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറയും, ബുൽമ അത് എത്തിക്കഴിഞ്ഞു, എന്തെങ്കിലും എത്ര വേഗം ചെയ്. അവളാണെങ്കിൽ ചെയ്യാൻ കഴിയാതെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന അതേ സമയം അവൻ ആ ഡോർ തല്ലി തകർത്ത് അകത്തേക്ക് വരികയാണ്. ആ റോബോട്ട് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ബുൽമയും മൊട്ടപ്പനും ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് കരയും. അവരുടെ ശബ്ദം കേട്ട് ഇപ്പൊ ഗോക്കു അവൻ തന്റെ സ്റ്റിക്ക് അങ്ങനെ വലുതാക്കി ആ ഒരു ഫ്ലോറിലേക്ക് വരികയാണ്. ഗോക്കുവിനെ കണ്ട് ആദ്യം അവർ പേടിച്ച് താഴെ വീഴും. അതിനുശേഷം ബുൽമ ദേഷ്യപ്പെട്ട് ചോദിക്കും, ഗോക്കു നീ ഇത്രയും സമയം എവിടെയായിരുന്നു? ഞങ്ങളെ ഈ ഒരു റോബോട്ട് അത് ഉപദ്രവിക്കുകയാണ്, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഗോക്കു ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. ഗോക്കു ആണെങ്കിൽ അവന്റെ സ്റ്റിക്കിലൂടെ മൊട്ടപ്പനെയും ബുൽമയെയും അവർ രണ്ടുപേരെയും താഴേക്ക് ഇറക്കും. അത് കണ്ട ആ ഒരു റോബോട്ട് അവൻ ഞൊട്ടിയടയിൽ താഴേക്ക് വരികയാണ്. ആണെങ്കിൽ അപ്പോഴും ആ സ്റ്റിക്കിൽ തന്നെ മുകളിൽ അങ്ങനെ ഉറച്ചു നിൽക്കും. അതിനുശേഷം ബൊൽമയോട് മൊട്ടപ്പനോട് വിളിച്ചു പറയും, അത് എത്രയും വേഗം താഴേക്ക് വരും, അതിനു മുൻപ് നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പിന്നെ അവർ രണ്ടുപേരും ഒരു ഡോർ തുറന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ ആ ബ്ലൂ നേവി സോൾജിയർ അവൻ അവരെ ഫോളോ ചെയ്തു പോകും. ഇവിടെ താഴെ എത്തിയ റോബോട്ട് ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ചുറ്റും നോക്കും. അവിടെ എവിടെയും ബൊൽമയും മൊട്ടപ്പനെയും കാണാനില്ല. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ ഗോക്കു അവൻ റോബോട്ടിനെ തന്നെ എയിം ചെയ്ത് നിന്ന് എടുത്ത് താഴേക്ക് ചാടുകയാണ്. ഗോക്കു ക്ലോസ് എത്തേണ്ട താമസം അത് മുകളിലേക്ക് ഗോക്കുവിനെ നോക്കും. അടുത്ത നിമിഷം തന്നെ ഗോക്കു അവനെ മൊത്തത്തിൽ ഇടിച്ച് പൊളിച്ച് തകർക്കുകയാണ്. ആ ഒരു തകർച്ചയിൽ ഇപ്പൊ ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടും തകരാനായിട്ട് ആരംഭിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ പോയ വഴിയെ ഉഷാറായിട്ട് ഓടും. അതേസമയം ഇവിടെ ബുൽമയും മൊട്ടപ്പനും ഒരു ഭാഗത്ത് സ്റ്റക്കായിരിക്കുകയാണ്. ബുൽമയാണെങ്കിൽ അവളുടെ കയ്യിലുള്ള റഡാർ ചെക്ക് ചെയ്യും. അത് റൈറ്റ് സൈഡിലേക്കാണ് ആ ഡ്രാഗൺ ബോൾ കാണിക്കുന്നത്. ഗോക്കു അവിടേക്ക് എത്താനായിട്ട് മൊട്ടപ്പൻ റൈറ്റ് സൈഡിലേക്ക് ഒരു ആരോ വരച്ച് ഇപ്പൊ അതുവഴി ഓടിപ്പോവും. അവരുടെ തൊട്ട് പിന്നാലെ വന്ന ആ ബ്ലൂ നേവി സോൾജിയർ ആണെങ്കിൽ ആ ഒരു മാർക്ക് മാറ്റി ഓപ്പോസിറ്റിലേക്ക് അത് വരച്ചു വെക്കും. അവിടേക്ക് വന്ന ഗോക്കു ആണെങ്കിൽ വഴിതെറ്റി ഓപ്പോസിറ്റിലേക്ക് പോവാണ്. ഇവിടെ മുട്ടപ്പനും ബുൽമയും ആണെങ്കിൽ ഒരു വെള്ളക്കെട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റൊന്നും ചെയ്യാനില്ല, നമുക്കിതിലേക്ക് എടുത്തു ചാടണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അവരെ ഫോളോ ചെയ്തു വന്ന ആ ബ്ലൂ നേവി ഓഫീസർ ആൾ ആ വെള്ളത്തിലേക്ക് നോക്കും. ഓ നോ, എന്റെ കയ്യിൽ സ്വിമ്മിംഗ് സ്യൂട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അവരെ ഫോളോ ചെയ്തേ പറ്റൂ, കാരണം ഞാൻ ഓൾമോസ്റ്റ് ആ ഒരു ഡ്രാഗൺ ബോളിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ അവരുടെ പിന്നാലെ പോവും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഗോക്കു ആണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാതെ ബുൽമയെയും മൊട്ടപ്പനെയും തേടി ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.